ജനത്തോടൊപ്പമായിരിക്കാൻ സ്വർഗം എനിക്കൊരിക്കലും വലിയ കൃപയോർത്ത് ഞാൻ രക്ഷകന്റെ പാദത്തിൽ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ക്രിസ്തുവിനെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ശ്രേഷ്ഠ ദൈവപ്രത്യം അവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ആയിരിക്കാൻ സ്നേഹവാത്സല്യങ്ങളെ അനുഭവിപ്പാൻ ദൈവകൃപ അനുഭവിപ്പാൻ സ്വർഗം എനിക്കൊരുക്കിയ അവസരത്തെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പദവിയായി അനുഗ്രഹമായി ഞാൻ ഏറ്റുപറയുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അഭിഷിക്തനോടൊപ്പം ശുശ്രൂഷകളിൽ പങ്കാളിയാകുവാൻ ദൈവം നൽകിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യാത്രയിലെ അഭിഷിക്തനുമായി ചേർന്നുള്ള അവസാന മീറ്റിംഗ് എന്നത് നാളെ പ്രഭാതത്തിൽ അഭിഷിക്തൻ യാത്രയാകുന്നുവല്ലോ. വരും ദിവസങ്ങളിൽ ദൈവ കൃപയ്ക്കടുത്ത് നാം ഓരോരുത്തരും മറയപ്പെട്ടിരിക്കട്ടെ. ഇന്ന് സന്ധ്യയിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനെ ആദരിച്ച് കർത്തൃപാദം അടഞ്ഞിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്നേഹാദരങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളേവരും ക്രിസ്തുവിൽ അനുഗ്രഹീതരായിരിക്കട്ടെ, ധന്യരായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കാഠിന്യത്തിനോ ന്യായപ്രമാണത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കോ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകി സ്നേഹത്തിലൂടെ കാൽവറിയിൽ നമുക്ക് സ്നേഹത്തെ പ്രദർശിപ്പിച്ച് സ്നേഹത്തിൻ്റെ ചങ്ങലകളാൽ നമ്മളെ ബന്ധിച്ച് സ്നേഹത്തിൻ്റെ കരവലയങ്ങളിൽ വെച്ചിരിക്കുന്നു. അന്ത്യത്തോളം കർത്താവ് പറയുന്നു, അവനവരെ സ്നേഹിച്ചതുപോലെ അന്ത്യത്തോളം അവരെ സ്നേഹിച്ചു. ആകയാൽ അന്ത്യത്തോളം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് ദൈവ രാജ്യത്തിനായി നമുക്ക് നമ്മെ തന്നെ പ്രയോജനപ്പെടുത്താം. കർത്താവിന്റെ ദാസൻ ആ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനകളുടെ മറുപടിയാണ് സന്തോഷവും ഉല്ലാസവും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് സന്തോഷിപ്പാൻ കഴിയുന്നത്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഉല്ലസിപ്പാൻ കഴിയുന്നത്. ഇന്ന് പകൽ നീ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ നിനക്കൊരു അവകാശമുണ്ട്, നിനക്കൊരു സന്തോഷം, നിനക്കൊരു അധികാരമുണ്ട്. നീ സന്തോഷിപ്പാൻ അവകാശമുള്ളവനാണ്, നീ ഉല്ലസിപ്പാൻ അവകാശമുള്ളവനാണ്. ആ വാക്യത്തിന്റെ അവസാനത്തിൽ അഭിഷേകത്തിൽ ഇതാണ് പറഞ്ഞു നിർത്തിയത്: ജനിക്കുന്നവൻ മുഖാന്തരമായിട്ട് അവൻ അനേകർ കർത്താവിലേക്ക് തിരിയപ്പെടും എന്നുള്ളത്. ഇന്ന് പകൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് യോഹന്നാൻ മുഖാന്തരമായി അനേകർ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടും. അതാണ് നമ്മുടെ മേലുള്ള നിയോഗം എന്നാണ് അഭിഷിക്തൻ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ അതിനോട് അനുബന്ധമായ ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചത് അല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അടുത്ത ഭാഗം 19-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അങ്ങനെ ഞാൻ യെരൂശലേം മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ ഈ ഇവിടെ കൊണ്ടുവന്ന് വാഹനം നിർത്തുമ്പോൾ ഞാൻ ഈ വാക്യം പിന്നെയും വായിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയിലായി ആയിരക്കണക്കിന് മൈലുകൾ അഭിഷേകരോട് ചേർന്ന് സഞ്ചരിച്ചു. കർത്താവിൻ്റെ ദാസൻ ഈ ജർമ്മനിയുടെ പ്രദേശം മുഴുവനും സഞ്ചരിച്ച് തീർക്കുമ്പോൾ, ചുറ്റി സഞ്ചരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നിയോഗം. പൗലോസ് അപ്പോസ്തലത്വത്തിൻ്റെ ഒരു അഭിഷേകം എന്തെന്നാൽ ചുറ്റി സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ലാണെന്ന് തോന്നുന്നത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അപ്പൊല്ലോസിനടുത്ത് ഇരുന്ന് വേല ചെയ്യുമ്പോൾ സ്തോത്രം പൗലോസ് ചുറ്റി സഞ്ചരിച്ച് വേല ചെയ്യുന്നു. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. എല്ലാ ദർശനങ്ങൾക്കും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈശ്വവേദ ഭാഗത്തിലേക്ക് കടന്നു വരാം. അതിൻ്റെ പ്രാരംഭ ഭാഗം മാത്രം ഇന്ന് ധ്യാനിക്കുകയാണ്. ആ വാക്യത്തിലേക്ക് ഒന്ന് കടന്നിട്ട് നമുക്ക് മടങ്ങി വരാം. ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു ഞാൻ മുഖാന്തരം. എന്നോട് ചേർന്ന് പറഞ്ഞേ, ദൈവം ക്രിസ്തു ഞാൻ മുഖാന്തരം, ക്രിസ്തു ഞാൻ മുഖാന്തരം. ഞാൻ ക്രിസ്തുവിനൊരു മുഖാന്തരമായിരിക്കും. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, ജാതികൾ അനുസരിച്ചു, ജാതികൾ അനുസരിച്ചു. എങ്ങനെയാണ് ജാതികളെ അനുസരിപ്പിച്ചത്? ജാതികളെ അനുസരിപ്പിച്ചതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: വചനത്താലും പ്രവൃത്തിയാലും
അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും ജാതികളുടെ അനുസരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച 4 മീഡിയത്തെ നമുക്ക് കാണുവാൻ കഴിയും. 1 ദൈവത്തിൻ്റെ വേർഡ്, 2 ദൈവത്തിൻ്റെ പ്രവൃത്തി, 3 അത്ഭുതങ്ങളും അടയാളങ്ങളും, 4 പരിശുദ്ധാത്മാവ്. ഇങ്ങനെ 4 വിധങ്ങളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ജാതികൾ അനുസരിച്ചു. 4 വിധങ്ങളിലാണ് ദൈവം പ്രവർത്തിച്ചത്. പക്ഷേ ആ പ്രവൃത്തിയുടെ മുഴുവൻ മുഖാന്തരം ആരായിരുന്നുവെന്നറിയാമോ? ക്രിസ്തു, ഞാൻ മുഖാന്തരം. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം എന്തൊക്കെ ചെയ്താലും അത് ഞാൻ മുഖാന്തരം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ആ വാക്യത്തെ തിരിച്ചു പറയുകയാണ്, ഞാൻ ദൈവപ്രവർത്തിക്ക് ഒരു മുഖാന്തരമായിരിക്കും. അധരം തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞ്, ഞാൻ ദൈവപ്രവർത്തിക്ക് ഒരു മുഖാന്തരമായിരിക്കും. ഞാൻ ദൈവപ്രവർത്തിക്ക് ഒരു മുഖാന്തരമായിരിക്കും. ഒരു പൈശാചിക പ്രവർത്തികൾക്കും ഞാനൊരു മുഖാന്തരമാകത്തില്ല. ഒരു സാത്താന്യ തന്ത്രങ്ങൾക്കും ഞാനൊരു മുഖാന്തരമാകത്തില്ല. എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് ഞാനൊരു മുഖാന്തരമാകത്തില്ല. എൻ്റെ മാതാപിതാക്കളുടെ അപമാനത്തിന് ഞാനൊരു മുഖാന്തരമാകത്തില്ല. എൻ്റെ സഭയുടെ പ്രശ്നത്തിന് ഞാനൊരു മുഖാന്തരമാകത്തില്ല. എൻ്റെ ദേശത്തിൻ്റെ വിടുതലിന് ഞാനൊരു മുഖാന്തരമാകാം. എൻ്റെ കുടുംബത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഞാനൊരു മുഖാന്തരമാകാം. എൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷീകരണത്തിന് ഞാനൊരു മുഖാന്തരമാകാം. ഞാൻ ഒരു മുഖാന്തരമായി മാറ്റപ്പെടാം. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞ്, നമ്മൾ ഒരു മുഖാന്തരമാണ്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് ശബ്ദമുയർത്തി പറഞ്ഞ്, നമ്മൾ ഒരു മുഖാന്തരമാണ്. നമ്മൾ ഒരു മുഖാന്തരമാണ്. എൻ്റെ കുടുംബത്തെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, ഞാനൊരു മുഖാന്തരമായിരിക്കും. ഈ ദേശത്തിന്മേൽ വിളിച്ചു പറഞ്ഞാട്ട്, ഞാനൊരു മുഖാന്തരമായിരിക്കും. ക്രിസ്തു, ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ആ വാക്യത്തിനെ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് പറയാം, ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. അങ്ങനെ ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്നറിയാമോ? അതിന്റെ 17ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു യേശുവിൽ എനിക്ക് ദൈവ സംബന്ധമായി പ്രശംസയുണ്ട്. മലയാളത്തിൽ പ്രശംസ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മറ്റു പരിഭാഷകളിലേക്ക് വരുമ്പോൾ ദൈവ സംബന്ധമായ ഒരു ഗ്ലോറി എന്റെ മേലിൽ കിടപ്പുണ്ട്. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, ദൈവം നിന്നിൽ കൂടെ ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ, ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, അതായിരിക്കും സ്വർഗത്തിൽ നിന്റെ മഹത്വം, അതായിരിക്കും നിന്റെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ ഗ്ലോറി. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു മുഖാന്തരമായി തുടങ്ങിയാൽ, the glory shall rest upon you. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആകാൻ തുടങ്ങിയാൽ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു വെപ്പൺ ആകാൻ തുടങ്ങിയാൽ, നീ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു റീസൺ ആകാൻ തുടങ്ങിയാൽ, നീ ദൈവത്തിന്റെ ഒരു മുഖാന്തരമാകാൻ തുടങ്ങിയാൽ, His glory shall rest upon you. ക്രിസ്തു യേശുവിൽ ദൈവ സംബന്ധമായി എനിക്കൊരു ഗ്ലോറി ഉണ്ട്. ആമേൻ. അഴിഞ്ഞു പോകുന്ന ലോകത്തിന്റെ ഗ്ലോറി അല്ല, മനുഷ്യൻ അപഹരിപ്പാൻ കഴിയുന്ന കാലത്തിന്റെ ഗ്ലോറി അല്ല. ആമേൻ. ഒരിക്കലും മാറാത്ത വാടാത്തതായ ഒരു ഹെവൻലി ഗ്ലോറി, ഒരു ഡിവൈൻ ഗ്ലോറി അവൻ എന്റെ മേൽ വയ്ക്കും. ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിന്റെ പ്രതിഫലം ദൈവം നിന്റെ മേൽ അണിയിക്കുന്ന തേജസ്സായിരിക്കും. ഇന്ന് പകൽ ഞാൻ ആവർത്തിക്കട്ടെ, നീ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ഒരുക്കമാണെങ്കിൽ അവൻ തന്റെ മഹത്വം നിന്റെ മേൽ ഇടിയിക്കും. ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രവർത്തികളുടെ പുസ്തകം 19ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവപ്രവർത്തികളുടെ നാം ദൈവത്തിന്റെ മുഖാന്തരമായി തീരുമ്പോൾ ഉള്ള 2 തലങ്ങളെ കാണുവാൻ കഴിയുക. എൻ്റെ സഹോദരങ്ങളെ, സാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കാം. സ്തോത്രം. സാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കും. എന്നോടൊന്ന് പറഞ്ഞേ, സാധാരണമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ചിലരെ ഉപയോഗിക്കും. യൂഷ്വൽ കാര്യങ്ങൾ നടത്തുവാൻ തക്കമല്ല. പക്ഷേ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19ാം അധ്യായം അതിന്റെ 11ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ. ആമേൻ. അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ. ഇന്ന് പകൽക്കാലം ആ വാക്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. ദൈവം പൗലോസ് മുഖാന്തരം വീര്യപ്രവർത്തികളെ ചെയ്തു. മിറക്കിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. പക്ഷേ പൗലോസിനെ കൊണ്ട് ദൈവം ചില അത്ഭുതങ്ങളല്ല ചെയ്തത്, വീര്യപ്രവർത്തികളല്ല ചെയ്തത്. സംതിങ് അൺയൂഷ്വൽ, ഈ കാലഘട്ടം കണ്ടിട്ടില്ലാത്തത്, ഈ ചരിത്ര
ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്തത്, ഇന്ന് ലോകത്തിൽ യൂഷ്വൽ അല്ലാത്തത്, സംതിങ് അൺയൂഷ്വൽ വിൽ ബി ഹാപ്പൻ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് കാലം കാണാത്ത ചിലത്, യൂഷ്വൽ അല്ലാത്ത ചിലത്, സംതിങ് എക്സ്ട്രാ ഓർഡിനറി, സംതിങ് അൺയൂഷ്വൽ കർത്താവ് ഞാൻ മുഖാന്തരം ചെയ്യും. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് സംതിങ് അൺയൂഷ്വൽ ദൈവം ചെയ്താൽ ഒരു മുഖാന്തരമായിരിക്കണം? ഇന്നലകളിൽ ദൈവം പാസ്റ്റർമാരെ ഉപയോഗിച്ചതുപോലെയല്ല, ഇന്നലകളിൽ ദൈവം കാലഘട്ടങ്ങളിൽ പലരെയും ഉപയോഗിച്ചതുപോലെയല്ല. ഇതുവരെയും കാലം കണ്ടിട്ടില്ലാത്ത, ചരിത്രം കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത അസാധാരണമായത് സംതിങ് അൺയൂഷ്വൽ, സംതിങ് എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്റെ ദൈവം എന്നിൽ കൂടെ ചെയ്യണം. ദൈവം എന്നിൽ കൂടെ ഓർഡിനറി ആയിട്ടുള്ളതല്ല, സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്നിൽ കൂടെ ചെയ്യണം. സംതിങ് യൂഷ്വൽ പ്രോസസ് അല്ല, സംതിങ് അൺയൂഷ്വൽ ആയിരിക്കണം. ഇന്ന് പകൽക്കാല നിന്റെ ജീവിതത്തിൽ അൺയൂഷ്വൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, അസാധാരണ പ്രതിസന്ധികൾ കയറി വരുമ്പോൾ, മറ്റുള്ള ഒരുത്തനുമില്ലാത്ത വേദനകളും സങ്കടങ്ങളും വെല്ലുവിളികളും നിനക്കെതിരെ കയറി വരുമ്പോൾ, when your trials are unusual, when your problems are temptations are extraordinary, ഇന്ന് പകൽ നീ തിരിച്ചറിയണം, എന്റെ പ്രശ്നം ഒരു അൺയൂഷ്വൽ ആണെങ്കിൽ, എന്റെ കോളിംഗ് ഒരു അൺയൂഷ്വൽ ആണ്. ദൈവം എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന പ്രവർത്തികളും അൺയൂഷ്വൽ ആണ്. കരമടിച്ച് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണെന്ന്, നിന്റെ അഭിഷേകവും വ്യത്യസ്തമാണ്, നിന്റെ വിളി വ്യത്യസ്തമാണ്, നിന്റെ നിയോഗം വ്യത്യസ്തമാണ്. നീ ഒരു എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനാണ്. നിന്റെ അഭിഷേകം, നിന്റെ അനോയിന്റിംഗ് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആണ്. നിന്റെ പ്രതികൂലങ്ങളെ നോക്കി പറ, എന്റെ കോളിംഗ് എക്സ്ട്രാ ഓർഡിനറി ആണ്. ഇതിന്റെ പരീക്ഷകളെ നോക്കിയിട്ട് പറ, എന്റെ വിളി വ്യത്യസ്തമാണ്. ബാബിലോണിലെ തീച്ചൂള 1000 ഡിഗ്രി കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ മുമ്പിലേക്ക് 3 യഹൂദ ബാലന്മാർ കടന്നു വന്നു. നെബൂഖദ്നേസർ 3 ബാലന്മാരെ കണ്ടപ്പോൾ, ആമേൻ ആമേൻ, ആ 3 ബാലന്മാരെ കണ്ടപ്പോൾ നെബൂഖദ്നേസർ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന 1000 ഡിഗ്രിക്കകത്ത് ഇതിനെ കത്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് 7 മടങ്ങ് ചൂള അധികം തീ പിടിപ്പിച്ച് 7000 ഡിഗ്രി ആക്കട്ടെ. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ആർക്കുമില്ലാത്ത എക്സ്ട്രാ ഓർഡിനറി കഷ്ടമോ അൺയൂഷ്വൽ പരിശോധന നിനക്ക് വരുമ്പോൾ പിശാച് നിന്നെ അത്രയധികം ഭയപ്പെടുന്നുണ്ട്. സാത്താന്യ പാതാള ലോകങ്ങൾ നിന്നെ അത്രയധികം ഭയപ്പെടുന്നുണ്ട്. അവന്റെ ചുള്ളിക്കമ്പുകൊണ്ട് അവന്റെ 1000 ഡിഗ്രിയിൽ നീ കത്തത്തില്ലെന്ന് കരുതിയ അവൻ നിനക്കെതിരെ 7000 ഡിഗ്രി കത്തിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ തിരിച്ചു പറയാം, അവന്റെ 1000-നല്ല 7000-നല്ല 70,000-നും നിന്നെ കത്തിക്കാൻ കഴിയാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിംഗ് നിന്റെ ഇന്ന് പകൽ ഞാൻ അതിനകത്ത് ഒരു കാര്യം പറയാം. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഏറിയ പങ്ക് ആമേൻ അഭിഷക്തന്മാരുടെ ആത്മീയ ദൈവവേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുത്തവരുടെ മക്കളാ. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ അപ്പനോട് ദൈവത്തിനൊരു നീതിയുണ്ട്, നിന്റെ അമ്മയോട് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. അത് നിറവേറ്റാൻ നിന്നെ ദൈവത്തിനൊരു മുഖാന്തരമാക്കിയാലേ പറ്റത്തുള്ളൂ. നിന്റെ അപ്പൻ കണ്ണുനീരൊഴുക്കിയതിന്റെ, നിന്റെ അമ്മയുടെ മുഴങ്കാലിൽ തഴമ്പ് അതിന്റെ രാത്രിയിൽ നിന്റെ അയൽപക്കങ്ങളെല്ലാം സുഖനിദ്രയിലാകുമ്പോൾ അവർ മാത്രം എഴുന്നേറ്റിരുന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് ദൈവത്തിനൊരു മറുപടിയുണ്ട്. അതെന്താണെന്നറിയാമോ? അവൻ നിന്നെ എടുത്തൊരു മുഖാന്തരമാക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22:18 ഉൽപ്പത്തി പുസ്തകം 22:18 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയെ ഞാനൊരു മുഖാന്തരമാക്കാം. അമേ, നിന്റെ സന്തതിയെ അമേ ഞാനൊരു മുഖാന്തരമാക്കാം. കാരണം നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഇന്ന് പകൽ ഞാൻ അതിന്റെ 2 തലങ്ങൾ പറയുകയാണ്. മക്കളെ, നമ്മൾ ദൈവത്തെ അനുസരിച്ചാൽ നാം മാത്രമല്ല, നമുക്ക് ദൈവം നൽകുന്ന തലമുറകൾ പോലും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് കാണുവാൻ കഴിയുക. അതിന് മറ്റൊരർത്ഥം ഞാൻ പറയട്ടെ. ഇന്നലകളിൽ നിന്റെ അപ്പനും അമ്മയോ വിശുദ്ധിക്ക് വേണ്ടി നിന്നത്, വേർപാടിന് വേണ്ടി നിന്നത്, നിന്റെ പല ഇഷ്ടങ്ങളിലും നിന്നെ കടുംപിടുത്തത്തോടെ പിടിച്ചു നിർത്തി പറ്റത്തില്ലെന്ന് പറഞ്ഞത് അവര് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, അവര് ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്. നിന്റെ കൂട്ടുകാർ നടക്കുന്ന വഴിയിൽ പിടാതെ അമ്മ നീ എത്ര കരഞ്ഞിട്ടും പിണങ്ങിയിട്ടും അത്താഴപ്പട്ടണി കിടന്നിട്ടോ നിന്നെ പിടിച്ചടത്തു നിർത്തി വരച്ച വരയിൽ നിർത്തിയത് അവർ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, അവർ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട്. അങ്ങനെയെങ്കിൽ അതിനൊരു റിവാർഡ് നിനക്കൊണ്ട്. നീ ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഒരു മുഖാന്തരമായിരിക്കും. ആണോ? അബ്രഹാം
അബ്രഹാമിന്റെ അടുക്കൽ ദൈവം പറയാ, നീ എന്നെ അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയെ ഞാൻ ഒരു മുഖാന്തരമാക്കാം. ആമേൻ. എന്നാൽ 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസഹാക്കിന്റെ അടുക്കൽ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ. ഇസഹാക്കിന്റെ അടുക്കൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശമൊക്കെയും കൊടുക്കുക. നിന്റെ സന്തതി ആമേൻ മുഖാന്തര ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുക. ഇത് ആരോടാ പറയുന്നതെന്ന് അറിയാമോ? ഇസഹാക്കിനോട് പറയാ, ഇസഹാക്ക് നിന്റെ സന്തതിയെ മുഖാന്തര ഭൂമിയിൽ ഞാനൊരു വലിയ അനുഗ്രഹം നൽകും, നിന്റെ സന്തതി മുഖാന്തര. ഇസഹാക്കിനോട് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? 26-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ദൈവം ഇസഹാക്കിനോട് പറയുക, നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതി മുഖാന്തര ഞാൻ ഭൂമിയിലെ സകല ജാതികളെ അനുഗ്രഹിക്കാം. ഇസഹാക്ക് ഇങ്ങനെ ചോദിക്കാൻ, കർത്താവേ അത് എന്തിന്റെ അടിസ്ഥാനത്തില്? അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിന്നെ കണ്ടിട്ടല്ല, നിന്റെ അപ്പൻ അബ്രഹാം ഉണ്ടല്ലോ, അങ്ങനെ എന്റെ വാക്ക് നിയോഗവും കൽപ്പനകളോ ആമേൻ ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയെ എന്ന് പറഞ്ഞാൽ ആമേൻ അപ്പന്റെ അടുക്കൽ പറയുകയാണ്, നിന്റെ അപ്പൻ അല്ലെങ്കിൽ വലിയപ്പൻ എന്നെ അനുസരിച്ചതുകൊണ്ട് നിൻ കൊച്ചുമകനെ ഞാൻ അനുഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ആമേൻ സ്പിരിച്വൽ ജനറേഷനകത്ത് ജനിച്ചതോർത്ത് സ്തോത്രം പറഞ്ഞാട്ട്, ദൈവത്തെ കണ്ട മാതാപിതാക്കൾക്ക് ജനിച്ചതോർത്ത് സ്തോത്രം പറഞ്ഞാട്ട്, നീ ദൈവത്തെ കണ്ട ഒരു അപ്പനാണെങ്കിൽ, നീ ദൈവത്തെ കണ്ട ഒരു അമ്മയാണെങ്കിൽ നിന്റെ തലമുറകൾ ഭാഗ്യമുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അബ്രഹാമിന്റെ വാക്ക് കേട്ടോ, എന്തൊക്കെയാ അനുസരിച്ചതെന്ന് അറിയാമോ? ആമേൻ. 4-ാം വാക്യം അബ്രഹാമിന്റെ വാക്ക് കേട്ടോ. ഒന്ന്, അവൻ എന്റെ നിയോഗത്തെ അനുസരിച്ചോ. അവൻ എന്റെ നിയോഗത്തെ അനുസരിച്ചോ. ആമേൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, ജർമ്മനിയുടെ മണ്ണിൽ നിനക്കൊരു നിയോഗമുണ്ട്. ആമേൻ. ഞാൻ ഒരു ദോഷത്തിനും പോകത്തില്ല, ഞാൻ ആരുടെ അടുത്ത് വഴക്കുണ്ടാക്കത്തില്ല, ഞാൻ കള്ളു കുടിക്കത്തില്ല, പാർട്ടിക്ക് പോകത്തില്ല, വീഞ്ഞു കുടിക്കത്തില്ല, ബീർ കുടിക്കത്തില്ല. ഞാൻ ദൈവമേ എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെന്ന് പറഞ്ഞാൽ അവിടെയല്ല ബ്ലെസ്സിംഗ്. നിന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്, നിന്റെ മേലൊരു കമ്മീഷൻ കിടപ്പുണ്ട്, നിന്റെ മേലൊരു ഉദ്ദേശം കിടപ്പുണ്ട്, നിന്റെ മേലൊരു നിയോഗം കിടപ്പുണ്ട്, നിന്റെ മേൽ അവനൊരു ചാർജ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ് ഇരിക്കുന്നത്, he kept my charge. ആമേൻ. ഒന്ന്, അവൻ നിന്റെ മേൽ ഇട്ടിരിക്കുന്ന ആമേൻ നിയോഗങ്ങളെ നിവർത്തിക്കണം. ഇന്ന് സന്ധ്യാവേളയിൽ ഞാൻ പറയട്ടെ, ശുശ്രൂഷയ്ക്കുള്ള നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനുള്ള നിയോഗമുണ്ടെങ്കിൽ നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവാഞ്ചലിസത്തിന്റെ നിയോഗം നിന്റെ മേലുണ്ടെങ്കിൽ നീ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അവൻ നിയോഗം അനുസരിക്കുന്നവനെ അവന്റെ തലമുറകളെ ദൈവം മുഖാന്തരമാക്കാം. നിയോഗം അനുസരിച്ചോ, കൽപ്പനകൾ അനുസരിച്ചോ, ചട്ടങ്ങൾ അനുസരിച്ചോ, പ്രമാണങ്ങൾ അനുസരിച്ചോ, ഞാൻ അവയെ വിശദീകരിക്കുന്നില്ല. ആമേൻ. അതുകൊണ്ട് അവന്റെ കൊച്ചുമകനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം അവന്റെ അബ്രഹാമിന്റെ മകനോട് പറയുക. അബ്രഹാം ഇതൊക്കെ ചെയ്തത് കൊണ്ട് യാക്കോബിനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം ഇസഹാക്കിനോട് പറയുക. ഞാൻ ഒറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഈ ജനറേഷണൽ ബ്ലെസ്സിംഗിൽ നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കയറുക. ഉൽപ്പത്തി 22-ൽ നിന്ന് ഞാൻ ഒരു വാക്യം കാണിച്ചു, ഉൽപ്പത്തി 26-ൽ നിന്നൊരു വാക്യം കാണിച്ചു, ഇനി ഉൽപ്പത്തി 28-ൽ നിന്നൊരു വാക്യം കൂടെ കാണിച്ചിട്ട് ഞാൻ ജനറേഷണൽ ബ്ലെസ്സിംഗ് അല്ലെങ്കിൽ ഈ മുഖാന്തരം എന്നുള്ള വിഷയത്തിൽ നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. വായിക്കാമോ? ഉൽപ്പത്തി 28:14. നിന്റെ സന്തതി ഭൂമിയിലെ നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും, നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും. എൻ്റെ അപ്പനൊരു മുഖാന്തരമായിരുന്നെങ്കിൽ ഞാനും ഒരു മുഖാന്തരമായിരിക്കും. ഞാനൊരു മുഖാന്തരമാണെങ്കിൽ എൻ്റെ മക്കളും ഒരു മുഖാന്തരമായിരിക്കും. കർത്താവ് പറയുകയാണ്, ഞാൻ ഒരുത്തനെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അതൊരു ജനറേഷണലായി ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ഇന്ന് സന്ധ്യാവേളയിൽ ഞാൻ പറയട്ടെ, നിന്റെ ഐഡന്റിറ്റി ഒരു പാസ്റ്ററുടെ മകൻ എന്നല്ല, ഒരു ദൈവദാസന്റെ തലമുറ എന്നല്ല, പകരം അതൊരു ടെമ്പറൽ ഐഡന്റിറ്റിയാണ്. അതിനപ്പുറം നിന്റെ അപ്പൻ്റെ ഐഡന്റിറ്റി മാറും. പാസ്റ്ററുടെ അപ്പനെന്ന്, പാസ്റ്ററുടെ പിതാവെന്ന് നിന്റെ പിതാക്കന്മാർ വിളിക്കപ്പെടും. ഇന്ന് പകൽ നിന്റെ ഐഡന്റിറ്റി, ഇന്നത്തെ നിന്റെ ഐഡന്റിറ്റി ഒരു ടെമ്പറൽ ഐഡന്റിറ്റിയാണ്. അതിനപ്പുറം ദൈവം നിനക്ക് ഒരു ചാർജ് ഇട്ടിട്ടുണ്ട്. ഞാനൊരു മുഖാന്തരമായിരിക്കും. എത്ര പേർ ഇന്ന് പകൽ പറയും, ഞാൻ ഒരു മുഖാന്തരമായിരിക്കും? വേഗത്തിൽ ഞാൻ ചില ഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം.
2 രാജാക്കന്മാർ 5:1. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തിരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട്. നിൽക്കട്ടെ, ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. നിങ്ങളോട് ഒരു വാക്ക് ശ്രദ്ധിച്ചോ. യഹോവ അരാമിന് ജയം നൽകി. യഹോവ അരാമിന് ജയം നൽകി. അരാം ജയിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, യഹോവ അരാമിന് ജയം നൽകി. എങ്ങനെയൊക്കെ ആലോചിച്ചാലും മറുപടി കിട്ടാത്ത ഒരു ാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ശത്രുരാഷ്ട്രമായിരിക്കുന്ന അരാമിനെ ദൈവം ഇപ്പോൾ എന്ത് ചെയ്യിപ്പിക്കുന്നു? ജയം നൽകുന്നു. വാസ്തവത്തിൽ ഈ ജയം ആർക്ക് കൊടുക്കേണ്ട ജയമാണ്? ഇസ്രായേലിന് കൊടുക്കേണ്ട ജയമാണ്. ഞാനൊരു യാഥാർത്ഥ്യം, ഭയപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യം ദൈവമക്കളോട് പറയാം. ദൈവത്തിന് മുഖപക്ഷമില്ല. ഇസ്രായേലിൽ ആഹാബ് ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്തപ്പോൾ ആഹാബിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ ലഭിക്കേണ്ട ജയം ദൈവം ആർക്കെടുത്തു കൊടുത്തോ? അരാമിന് എടുത്തു കൊടുത്തോ? ഇന്ന് പകൽ ഞാൻ തിരിച്ചറിയ ഒരു യാഥാർത്ഥ്യം പറയാ. നമ്മൾ പെന്തക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ക്രിസ്ത്യാനിറ്റിക്കകത്ത് നമുക്ക് ഒത്തിരി പരിചയങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ ദൈവം പെന്തക്കോസ്തുകാരൻ ഇരിക്കേണ്ട ജയം വേറെ വല്ലവനും എടുത്തു കൊടുക്കാം. ആമേൻ. ദൈവം ഇസ്രായേലിനെ നീക്കി ജാതികളെ നട്ടതുപോലെ ആമേൻ ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളഞ്ഞിട്ട് അവൻ ജാതികൾക്ക് വിളിച്ചു കൊടുക്കാം. ക്ഷണിക്കപ്പെട്ടവർ വരാതിരുന്നത് കൊണ്ട് വഴിത്തലയ്ക്കൽ നിന്നവരെ വിളിച്ച് കല്യാണത്തിനിരുത്തിയതുപോലെ. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിന്റെ വേളി കിടക്കുന്ന നിയോഗം നീ തള്ളിക്കളഞ്ഞാൽ തമ്പുരാൻ കച്ചവടം പൂട്ടുമെന്ന് ചിന്തിക്കരുത്. തമ്പുരാൻ വേറൊരുത്തിനെ എടുത്ത് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാൾ സൂപ്പറായി ചെയ്യിക്കാം. പക്ഷെ നമ്മൾ ലജ്ജിക്കേണ്ടി വരാം. അതിനാൽ ഇന്ന് പറയാം, ആമേൻ കർത്താവേ, അത് എന്നിൽ നിന്ന് നഷ്ടമാകരുത് എന്ന് പ്രാർത്ഥിക്കാം. അരാമിന് ജയം നൽകി. പക്ഷേ അവിടെ അതല്ല എന്റെ വിഷയം, അതല്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തര യഹോവ അരാമിന് ജയം നൽകി. കണ്ടോ, നീ മുഖാന്തരം ചിലർക്ക് ജയം ലഭിക്കാം. നീ മുഖാന്തരം ചിലർക്ക് ജയം ലഭിക്കാം. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ഞാൻ ജയത്തിന്റെ ഒരു മുഖാന്തരമായി ഇരിക്കുക. അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകി. ഇന്ന് പകൽക്കാലം ആമേൻ ചില അരാമുകൾ ജയിക്കുവാൻ ഞാനൊരു മുഖാന്തരമായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ചിലരുടെ വിടുതലിന്, ദൈവത്തെ അറിയാത്ത ചിലരുടെ ജയത്തിന് ഞാനൊരു മുഖാന്തരമായിരിക്കാം. എന്റെ സഹോദരങ്ങളെ, എന്നാൽ അതില്ല ആ കുടുംബത്തെ ആ വീട്ടിനകത്തെ അത് ആ അധ്യായം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പിൽ വേറെ ഒരു കാര്യമുണ്ട്. ആമേൻ. ആ രാജ്യത്ത് ആ നയമാന്റെ വീട്ടിനകത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് ആ പെൺകുട്ടിയുടെ ചരിത്രം എന്നറിയാമോ? രണ്ടാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്നൊരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിരുന്നു. കണ്ടോ, ആ പെൺകുട്ടിയുടെ ആ പശ്ചാത്തലം നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ചെറിയൊരു പെൺകുട്ടി, ഒരു 5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സ് നിങ്ങൾ ചിന്തിച്ചോ. 10 വയസ്സുള്ള ഒരു പെൺകുട്ടി. യുദ്ധം നടന്നപ്പോൾ എന്ത് സംഭവിച്ചോ? അരാമ്യ കവർച്ചപ്പട ചെന്ന് ഈ പെൺകുട്ടിയെ പിടിച്ചു. അപ്പനെ അമ്മയെ കൊന്നുകളഞ്ഞ് കാണാം, അല്ലെങ്കിൽ അപ്പനെ അമ്മയെ അവിടെ തള്ളിക്കളഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ അരാം രാജാവ് എന്ത് ചെയ്തോ? അവൻ അരാം പട്ടാളം പിടിച്ചുകൊണ്ടുവന്ന അരാം പട്ടാളത്തിലെ ഈ പെൺകുട്ടി ഭാഗ്യവശാൽ അരാം രാജാവിന്റെ സേനാപതിയായ ക്യാപ്റ്റന്റെ വീട്ടിൽ ജോലിക്ക് നിന്നോ. ക്യാപ്റ്റന്റെ ഭാര്യയ്ക്ക് ജോലിക്കാരിയായി നിന്നോ. ആമേൻ. എന്നാൽ ഈ പെൺകുട്ടി അടുത്തതൊരു മുഖാന്തരമായി മാറ്റപ്പെടുകയാണ്. എന്റെ സഹോദരങ്ങളെ, എനിക്കോ നിങ്ങൾക്കോ ആ ഒരു കാലഘട്ടത്തിൽ മുഖാന്തരമാകാൻ കഴിയുമോ? വിശ്വസിച്ച് സേവിച്ച് ആരാധിച്ചു നിന്ന ദൈവം അവരെ സംരക്ഷിച്ചില്ല. അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടോ. ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടോ. അരാമിലേക്ക് അവർ പലായനം ചെയ്തു പോയി. അടിമത്തം, അപ്പൻ നഷ്ടപ്പെട്ടു, അമ്മ നഷ്ടപ്പെട്ടു, കുടുംബം നഷ്ടപ്പെട്ടു, കൂട്ടുകാർ നഷ്ടപ്പെട്ടു, ഭാവി നഷ്ടപ്പെട്ടു. സ്വന്തം വീട്ടിലായിരുന്നെങ്കിൽ ആഹാരം ഉണ്ടായിരുന്നേനെ, ഇഷ്ടമുള്ളത്. സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ ആരാധന ഉണ്ടായിരുന്നേനെ. സ്വന്തം നാട്ടിലായിരുന്നെങ്കിൽ ആ അപ്പനും അമ്മയും പഠിപ്പിച്ചേനെ. ഭാവി നഷ്ടപ്പെട്ട, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അരാമിലെ ഒരു വീട്ടിൽ വേലക്കാരിയായി നിൽക്കുമ്പോൾ ഇവൾ ജീവിച്ചിരിക്കുന്ന ദേശത്ത് തന്നെ ആമേൻ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ എലീശ പ്രവാചകൻ യുദ്ധത്തിൽ സഹായിച്ചില്ല. ഈ പെൺകൊച്ചിന്റെ കുടുംബത്തിന് ഒരു രക്ഷയും വരുത്തി കൊടുത്തില്ല. പക്ഷെ അരാം രാജ്യത്തിൽ ചെന്നിട്ട് നയമാന്റെ ഭാര്യയുടെ അടുക്കൽ പറയുക എന്താണെന്നറിയാമോ?
നമ്മുടെ യജമാനൻ അവൻ ശബരിയിൽ നമ്മുടെ ആ പ്രവാചകന്റെ അടുക്കൽ വരെ പോയെങ്കിൽ ഒന്ന് സൗഖ്യമുണ്ടാക്കി കൊടുത്തേനെ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൽ നിന്ന് 1000 നന്മ പ്രാപിച്ചിട്ട് നമ്മൾ സുവിശേഷം പറയാതിരിക്കുമ്പോ അമ്മേ കുടുംബവും കൂടും പ്രതീക്ഷയും ഭാവിയും മൊത്തം നഷ്ടപ്പെട്ട് 8 നില പൊട്ടിയിട്ട് അവൾ ഇപ്പോഴും പറയുക ആ പ്രവാചകന്റെ അടുക്കൽ ചെന്നാൽ രോഗം മാറുമെന്ന്. ഇതാണ് സ്പിരിറ്റ് ഓഫ് ഇവാഞ്ചലിസം. നന്മ കിട്ടിയ പറയുന്നതല്ല സുവിശേഷം, അനുഗ്രഹം കിട്ടിയ പറയുന്നതല്ല സുവിശേഷം. ഏത് പ്രതികൂലം ജീവിതത്തിൽ കടന്നു വന്നാലും അവൾ പറയാം അവിടെ ഒരു പ്രവാചകനുണ്ട്. അമ്മേ, ഒരുപക്ഷെ ഈ നയമാന്റെ ഭാര്യ ചോദിച്ചതാണ്, എടി പെങ്കൊച്ചെ, അവിടെ ഇങ്ങനെ വലിയ പ്രവാചകനും വലിയ ശക്തരും ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് എന്താ ഇസ്രായേലിനെ രക്ഷിക്കാൻ കഴിയാഞ്ഞത്? ചോദിച്ചു കാണത്തില്ലേ? ഉറപ്പായിട്ടും ചോദിച്ചു കാണാം. പക്ഷെ അവൾക്ക് അതിന് മറുപടിയുണ്ട്. പ്രവാചകന്റെ കഴിവ് കേടല്ല, ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ദൈവത്തോട് പിഴച്ചിട്ടാണ്. അവൻ തന്റെ ജീവിതത്തിലെ തകർച്ചയുടെ നടുവില് ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ, തന്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അപ്പോഴും അവൾ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണ്. ഇവിടെ 2 മുഖാന്തരങ്ങളെ കാണുവാൻ കഴിയും. ഒന്ന്, രാജ്യത്തിന് ജയം നൽകുവാൻ നയമാനെ ദൈവം മുഖാന്തരമാക്കി. 2, സ്തോത്രം, ആ നയമാന്റെ കുഷ്ഠം മാറ്റുവാൻ ദൈവം ഒരു പെങ്കൊച്ചിനെ മുഖാന്തരമാക്കി. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവമൈതലേ, ഏത് പരാജയത്തിലും സങ്കടത്തിലും നമുക്ക് ദൈവത്തിന്റെ മുഖാന്തരമായിരിക്കുക. നാം മുഖാന്തരം ചിലർ ജയം പ്രാപിക്കട്ടെ, നാം മുഖാന്തരം ചിലർ സൗഖ്യം പ്രാപിക്കട്ടെ. ആ അധ്യായത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്ര, നയമാൻ മുഖാന്തരം അരാമിന് ജയം ലഭിച്ചോ? പേരറിയാത്ത ആ പെങ്കൊച്ചു മുഖാന്തര നയമാന് സൗഖ്യം ലഭിച്ചോ? ഞാൻ മുഖാന്തരം ചിലർക്ക് സൗഖ്യം ലഭിക്കും, ഞാൻ മുഖാന്തരം ചിലർക്ക് അമേൻ വിടുതൽ ലഭിക്കുക. അമേൻ. എന്നാൽ ഇതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു മുഖാന്തരത്തെ നമുക്ക് കാണുവാൻ കഴിയുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 2 രാജാക്കന്മാർ 8:8. ആമേൻ. രാജാവ് ഹസായേലിനോട് ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദൈവപുരുഷനെ ചെന്ന് കണ്ട്. വായിക്കാമോ? ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് അവൻ മുഖാന്തരം യഹോവയോട് ചോദിക്കാം. ആമേൻ. അരാം രാജാവായ ബെൻഹദദ് ദീനമായി. മുൻപേ ഇസ്രായേലിന് ദീനം പിടിച്ച് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത അരാമിൽ ഇപ്പോൾ അടുത്ത പ്രശ്നം, അരാം രാജാവായ ബെൻഹദദ് ദീനം പിടിച്ചു. അപ്പോൾ ഹസായേലിനെ വിട്ടിട്ട് സ്തോത്ര ഇവിടെ എലീശയുടെ അടുക്കൽ ആളയച്ചിട്ട് പറയുക, എലീശയുടെ അടുക്കൽ ഹസായേലിനെ വിടുമ്പോൾ പറയുകയാണ്, നീ പോയി എലീശ മുഖാന്തരം ദൈവത്തോട് ചോദിക്കണം. എലീശ മുഖാന്തരം ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചോദിക്കാൻ എനിക്കൊരു വഴിയില്ല, നീ എലീശ മുഖാന്തരം ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ എലീശ എന്താണ്? ദൈവത്തോട് ചോദിപ്പാൻ ഒരു മുഖാന്തരമാണ്. സ്തോത്രം. ദൈവത്തോട് ചോദിപ്പാൻ ഒരു മുഖാന്തരമാണ്. നമുക്കൊരു മുഖാന്തരമാകാം. എന്തിനു വേണ്ടിയുള്ള മുഖാന്തരം എന്നറിയാമോ? ആമേൻ. ദൈവത്തോട് ചോദിക്കാൻ കഴിയാതെ നിൽക്കുന്നവർക്ക്, ദൈവസന്നിധിയിൽ ഒരു ആക്സസ് ഇല്ലാതെ നിൽക്കുന്നവർക്ക്, കർത്താവിനോട് പ്രാർത്ഥിക്കാൻ ഒരു വഴിയില്ലാതെ നിൽക്കുന്നവർക്ക്, കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവർക്ക്, ആമേൻ, അവർക്ക് ദൈവത്തോട് ചോദിപ്പാൻ ഒരു മുഖാന്തരമായി നാം നിൽക്കാം. ചിലർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം, ചിലർക്ക് വേണ്ടി ദൂത് കൈമാറാം, ചിലർക്ക് വേണ്ടി ആലോചന കൈമാറാം. ഇന്ന് രാത്രി, ഇന്ന് സന്ധ്യാവേളയിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചിലർക്കൊരു മുഖാന്തരമാകണം. ദൈവത്തോട് ചോദിക്കാൻ ഒരു മുഖാന്തരമാകണം. ആമേൻ. എന്താ ചോദിക്കുന്നതെന്നറിയാമോ? ഈ ദീനം മാറി എനിക്ക് സുഖം വരുമോ എന്ന് നീ പ്രവാചകൻ മുഖാന്തരം പോയെന്ന് ചോദിക്കാൻ പറഞ്ഞോ? ആമേൻ. ഇന്ന് പകൽക്കാലം നീ മുഖാന്തരമായിരിക്കട്ടെ. ചിലരുടെ ഭാവി പ്രവചിക്കുവാൻ, ചിലരുടെ അനർത്ഥങ്ങളെ പ്രവചിക്കുവാൻ, ചിലരുടെ വിടുതലുകളെ പ്രവചിക്കുവാൻ, ചിലരുടെ ജീവിതത്തിന്റെ അവസ്ഥകളിൽ എവിടെയാണ് അവർക്ക് പരാജയമെന്ന് ദൈവത്തോട് ചോദിക്കുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ. ബി എ മീഡിയേറ്റർ. നീ ഒരു മുഖാന്തരമായി മാറട്ടെ. ഈ ഒരു മുഖാന്തരമായാൽ നീ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരു മീഡിയേറ്ററായി മാറ്റപ്പെടുക. ഞാൻ ഒന്ന്, നീ ചിലർക്ക് ജയത്തിനൊരു മുഖാന്തരമാകണം, ചിലർക്ക് സൗഖ്യത്തിനൊരു മുഖാന്തരമാകണം, ചിലർക്ക് ദൈവത്തോട് സംസാരിപ്പാൻ നീ പ്രാർത്ഥനാ മുറിയിൽ ഒരു മുഖാന്തരമാകണം. അടുത്ത മുഖാന്തരത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യത്തിലേക്ക്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 25-ാം വാക്യം. അത് മോശയെ കുറിച്ചാണ് പറയുന്നത്. വായിക്കാമോ? ദൈവം താൻ മുഖാന്തരം
അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും. അപ്പൊ മോശ പറയുകയാണ്, ഞാൻ മുഖാന്തരം സഹോദരന്മാർക്ക് ഒരു രക്ഷ ലഭിക്കാം. ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, നമ്മളൊന്ന് പ്രാർത്ഥിച്ചു കയറാമോ? അമ്മേ, നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ മുഖാന്തരം രക്ഷ പ്രാപിക്കുക. നീ വീട്ടിലെ മൂത്തതായിരിക്കുക, നീ വീട്ടിലെ രണ്ടാമത്തേതായിരിക്കുക, അമ്മേ, എത്രയുമാകട്ടെ, ഇന്ന് രാത്രി പറഞ്ഞാട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു മുഖാന്തരമായിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടാൽ ആ കുടുംബം രക്ഷപ്പെടുമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ചരിത്രം നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും പിമ്പിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കുടുംബത്തിന്, അമ്മേ, ഞാനൊരു മുഖാന്തരമായിരിക്കുക. അമ്മേ, ഇന്ന് രാത്രി എൻ്റെ ദൈവമക്കൾ, എൻ്റെ കുഞ്ഞുങ്ങളിൽ എത്ര പേർ നിയോഗത്തെ ഏറ്റെടുക്കാം? റബ്ബർ വെട്ടി കഷ്ടപ്പെട്ട്, അമ്മേ, റബ്ബറും പാല് ചുമ്മിക്കൊണ്ട് നടന്ന, അമ്മേ, അധ്വാനിച്ച് തളർന്ന എത്രയോ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് ആ വീട്ടിലെ ഒരുത്തൻ കയറി വന്നതുകൊണ്ട്, ആ വീട്ടിലെ ഒരുത്തി കയറി വന്നതുകൊണ്ട്. ഇന്ന് രാത്രി എത്ര പേർ പറയാ, ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു മുഖാന്തരമാകാം? എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ ഏത് ഇരുനില വീടിന്റെ പിമ്പിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ, അമ്മേ, കുട്ടിക്കാലത്ത് പഠിച്ച് ഡൽഹിയിലോ ബോംബെയിലോ പോയി പഠിച്ച് അവിടെ നിന്ന് നേഴ്സിംഗിന്റെ ANMO ഏതെങ്കിലും ഒരു ബേസിക് നേഴ്സിംഗ് കഴിഞ്ഞ് അന്യനാട്ടിൽ കയറിപ്പോയി കുടുംബത്തെ രക്ഷപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെയോ, അമ്മേ, ഒരു മനുഷ്യന്റെയോ ചരിത്രം കാണാൻ കപ്പൽ കയറി അക്കരയ്ക്ക് പോയത്, അമ്മേ, ദൂരദേശങ്ങളിൽ എവിടെയെങ്കിലും പോയി ഒരു കുടുംബത്തിന്റെ മുഴുവൻ ചരിത്രം മാറ്റിയ എത്രയോ വ്യക്തികളെ കാണുമെന്നറിയാമോ? ഇന്ന് നമ്മുടെ നാട്ടിലെ ഏത് മനോഹരമായ കുടുംബത്തിലേക്ക് വന്നാലോ ആ കുടുംബത്തെ കരകയറ്റിയ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ അതിന്റെ പുറകിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നീ ആകണം ആ പെൺകുട്ടി, ഈ കാലഘട്ടത്തിൽ നീ ആകണം ആ ആൺകുട്ടി. അമ്മേ, ദൈവത്തിന് ഞാനൊരു മുഖാന്തരമായി മാറ്റപ്പെടാം. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, എൻ്റെ ഇളയത്തുകളെ രക്ഷിക്കാൻ, എൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ഞാനൊരു മുഖാന്തരമായിരിക്കുക. ഞാൻ മുഖാന്തരം ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാം, ഞാൻ മുഖാന്തരം ആ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുക, ഞാൻ മുഖാന്തരം ആ കുഞ്ഞുങ്ങൾ പഠിത്തം നടക്കുക, ഞാൻ മുഖാന്തരം ആ കുഞ്ഞുങ്ങൾ പച്ച പിടിക്കുക. എൻ്റെ ദൈവം എന്നെ ഒരു മുഖാന്തരമാക്കുക എൻ്റെ സഹോദരങ്ങൾക്ക്. സ്തോത്രം. മോശയ്ക്ക് വളർന്നു വന്നപ്പോഴേ ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഞാൻ മുഖാന്തരം ദൈവം എൻ്റെ സഹോദരങ്ങൾക്ക് രക്ഷ നൽകും. ഞാൻ മുഖാന്തരം ദൈവം എൻ്റെ സഹോദരങ്ങൾക്ക് രക്ഷ നൽകും. പക്ഷെ സഹോദരങ്ങൾ അത് ഗ്രഹിച്ചില്ല. എങ്കിലും താൻ വിട്ടില്ല. താൻ അതിനെ പേഴ്സ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. നാളുകളേറെ കഴിഞ്ഞു. അതേ മോശയുടെ സ്വപ്നം പൂർത്തിയായി. മോശ ഒരു മനുഷ്യൻ നിന്ന് കൈനീട്ടിയപ്പോൾ ചെങ്കടൽ വഴി തുറന്നു. മോശ ഒരു മനുഷ്യൻ മാറയുടെ മുമ്പാകെ നിന്ന് നിലവിളിച്ചപ്പോൾ മാറാ മധുരമായി. മോശ ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ആമേൻ, അഗ്നിസർപ്പങ്ങൾ പാളയത്തിൽ കെട്ടപ്പെട്ടു. മോശ ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന് മുഴുവനും മരുഭൂമിയിൽ മന്ന പൊഴിഞ്ഞു. മോശ ഒരു മനുഷ്യൻ നിന്ന് കരഞ്ഞപ്പോൾ ദൈവം കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് ഒരു വഴിതീരം മുഴുവനും അവർക്ക് നിർത്തിക്കൊടുത്തു. ഇന്നൊരു പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നീ ഒരു തന്മതി. ഞാനൊരു മുഖാന്തരമായിരിക്കും. എന്റെ കുടുംബത്തെ കയറ്റിക്കൊണ്ടുവരാൻ, എന്റെ അപ്പനെ അമ്മയും കയറ്റിക്കൊണ്ടുവരാൻ, എന്റെ സഹോദരങ്ങളെ കയറ്റിക്കൊണ്ടുവരാൻ ഞാനൊരു മുഖാന്തരമായിരിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചാട്ടെ. എന്റെ മാതാപിതാക്കൾ അനുഭവിച്ച നിന്ന, എന്റെ സഹോദരങ്ങൾ അനുഭവിച്ച ദാരിദ്ര്യം ഞാൻ മുഖാന്തരം മാറ്റിയെടുക്കും. ഇന്ന് രാത്രി നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങുക. മക്കളെ, നീ ഒരു മുഖാന്തരമായിരിക്കുക. ഈ പ്രാർത്ഥന യാദർശികമല്ല, ഈ ദൂത് യാദർശികമല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഒരു മുഖാന്തരമായിരിക്കുക. നിന്റെ കുടുംബത്തിന്റെ റൂട്ട് നീ മാറ്റുക. നിന്റെ കുടുംബത്തിന്റെ സിസ്റ്റം നീ മാറ്റുക. നിന്റെ കുടുംബത്തിന്റെ ഒരു ഗെയിം ചേഞ്ചർ ആക്കി, നിന്റെ കുടുംബത്തിന്റെ ഒരു ബ്രേക്ക് ത്രൂ ആക്കി ഇതിനെ മാറ്റുക. നിന്റെ ഇളയത്വങ്ങളുടെ ഫീസിനെ നീ കൊടുക്കുക. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ നീ മാറ്റുക. നിന്റെ കയ്യിൽ കൂടെ ദൈവം തരുന്ന നന്മ കൊണ്ട് നീ മനോഹരമായ ഒരു വീട് പണിത് നിന്റെ അപ്പനെ അമ്മ അതിൽ കയറ്റി താമസിപ്പിക്കുക. ദൈവം നിനക്ക് തരുന്ന നന്മ കൊണ്ട് നിന്റെ അപ്പനും അമ്മയും ദാരിദ്ര്യം മാറിച്ചിരിക്കുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എന്നെ ഒരു മുഖാന്തരമാക്കുക, എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ കുടുംബത്തിന് ദൈവം എന്നെ ഒരു മുഖാന്തരമാക്കും. എന്റെ കുടുംബത്തിന്റെ രക്ഷയുടെ മുഖാന്തരം നീയാ.
ഇത് സന്ധ്യയ്ക്കൽ അതരം തുറന്നെന്ന് പറഞ്ഞേ, ഞാൻ മുഖാന്തരം എൻ്റെ വീട് രക്ഷപ്പെടും. ഇന്ന് വായി തുറന്ന് ഉറക്കം പറഞ്ഞു, ഞാൻ മുഖാന്തരം എൻ്റെ വീട് രക്ഷപ്പെടും, എൻ്റെ കുടുംബം രക്ഷപ്പെടും, ഞങ്ങൾ വാങ്ങിക്കപ്പെടും. ഞാൻ മുഖാന്തരം ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ നിൽക്കടക്കുന്ന അപമാനമാണ്. എൻ്റെ ദൈവം എന്നിൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടം മാറ്റും. എൻ്റെ ദൈവം എന്നിൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സങ്കടം മാറ്റും. ഞാൻ യാദൃച്ഛിക എൻ്റെ കുടുംബത്തിൽ ജനിച്ചതല്ല, എൻ്റെ കുടുംബത്തിൻ്റെ സിസ്റ്റം മാറ്റാൻ വേണ്ടി ദൈവം എന്നെ ജനിപ്പിച്ചതാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന മിനിറ്റുകളാണ്. ഇതാ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന മിനിറ്റുകളാണ്. നിന്റെ കണ്ണുനീരിൽ നീ രക്ഷപ്പെടുമെന്നല്ല ഇന്ന് രാത്രി ദൂത്, നിന്റെ കണ്ണുനീരിൽ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് ദൈവം താൻ മുഖാന്തരം സഹോദരന്മാർക്ക് രക്ഷ നൽകി. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസിന്റെ അടുത്ത ഒരു ഭാഗമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യം, ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അടുത്തത് ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ, ഇതിനകത്ത് ഒത്തിരി പേര് വിവാഹം കഴിക്കാത്തവരുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് പറയട്ടെ, ദൈവം നിങ്ങളെ ഒരു കുടുംബത്തിൽ അയക്കുന്നത് നിങ്ങളെ ആ കുടുംബത്തിന്റെ ഒരു മുഖാന്തരമായിട്ടാണ്. നിങ്ങളൊരു വിളക്ക് എപ്പോഴും എവിടെ കൊണ്ടുവെക്കത്തുള്ളൂ? ഇവിടെ ഇപ്പോൾ ഒരു വിളക്ക് കൊണ്ടുവച്ചാൽ വല്ല മാന്യതയുണ്ടോ വിളക്കിന്? ഇല്ല. നീ ഒരു വിളക്കാണെങ്കിൽ, നീ ഒരു ടോർച്ചാണെങ്കിൽ, ഇരുട്ടുള്ള ഇടത്തെ നിന്നെ ദൈവം കൊണ്ടുപോകും. നീ ഒരു മുഖാന്തരമാണ്. മക്കളെ, ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി കുഞ്ഞുനാള് തുടങ്ങി ഒത്തിരി ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. നല്ല മാതാപിതാക്കളുടെ ഒരു കുഞ്ഞ്. അവളെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, എന്നെ ആഫ്രിക്കയിൽ ഒരു മിഷനറിയായി അയക്കണമേ, എന്നെ ആഫ്രിക്കയിൽ ഒരു മിഷനറിയായി അയക്കണമേ. മനുഷ്യനെ തിന്നുന്ന നാട്ടിൽ ചെന്ന് അവരെ എനിക്ക് രക്ഷിക്കണം, മനുഷ്യനെ തിന്നുന്ന നാട്ടിൽ എന്നെ അയക്കണം, എനിക്ക് അവിടെ ചെന്ന് യേശുവിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കണം. അപ്പൊ ഇവരുടെ പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഇവൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു മിഷനറിയെ ആയിരിക്കും ഇവൾ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ ഇവർ ഫാമിലി ആയിട്ട് ആഫ്രിക്കയിൽ പോകും, അവിടെ മിനിസ്റ്റർ ചെയ്യുന്നതൊക്കെ. പക്ഷേ എന്തായിരുന്നാലും വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ അറിഞ്ഞു, അവൾ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞു. ഒരു മുഴുക്കുടിയനായിരുന്നു അവളുടെ ഭർത്താവ്. നിരന്തരമായി അവളെ ഉപദ്രവിക്കുമായിരുന്നു. അവൾ ഭയങ്കരമായി ലൈഫിന്റെ ഡിപ്രഷനിലേക്ക് പോയി. ഒരു ദിനം ഏറിയ നാളുകൾ അവൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം അവൾ ആത്മഹത്യയുടെ വാക്കിലെത്തി. അവൾ ദൈവത്തോട് സങ്കടപ്പെട്ടൊരു കാര്യം ചോദിച്ചു, കർത്താവേ, എനിക്ക് ഓർമ്മയായ കാലം തുടങ്ങി ഞാൻ അങ്ങയോട് ഇവൾ നിരാശപ്പെട്ട് മരണത്തെ കൊതിച്ച ഒരു ദിവസം. അന്ന് രാത്രി ദൈവം അവൾക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അവളോട് ചോദിച്ചു, ഞാൻ നിന്നോട് വഞ്ചന കാണിച്ചുവെന്ന് നീ പറയുന്നു, ഞാൻ നിന്നെ തള്ളിക്കളഞ്ഞുവെന്ന് നീ പറയുന്നു, നീ എന്നോട് എന്താണ് നിന്റെ ഓർമ്മയായ നാട് തുടങ്ങി പ്രാർത്ഥിച്ചത്? ഇവൾ ദൈവത്തോട് പറഞ്ഞു, എന്നെ ആഫ്രിക്കയിൽ ഒരു മിഷനറിയായിട്ട് അയക്കണം. കർത്താവ് അവളുടെ അടുക്കൽ ചോദിച്ചു, ഒരു കോണ്ടിനെന്റിനെ മുഴുവനും നിനക്ക് എന്നിലേക്ക് തിരിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു മനുഷ്യനെ നിനക്കൊരു മിഷനറി ആക്കാൻ കഴിയത്തില്ല എന്ന് ചോദിച്ചു. അവൾ ആ രാത്രി ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്തു. ദൈവത്തിൽ നിന്നൊരു കൃപ പ്രാപിച്ചു. അവൾ സുവിശേഷിച്ചു, അവൾ പ്രാർത്ഥിച്ചു. ആ മനുഷ്യന്റെ മദ്യപാനം വിട്ടുമാറി. ചില വർഷങ്ങൾക്ക് ശേഷം അവർ ഇരുവരും ആഫ്രിക്കയിലേക്ക് മിഷനറിയായി കടന്നുപോയി. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ നിയോഗം നമ്മളിൽ പലപ്പോഴും കടന്നു വരുന്നത് നമ്മളിൽ കൂടെ ചിലർ വിശുദ്ധീകരിക്കപ്പെട്ടു. ഭാര്യ മുഖാന്തരം ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടു, ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു. നമ്മുടെ ദൈവം നിങ്ങൾക്ക് ദാനം നൽകുന്ന കുടുംബ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ മുഖാന്തരം നിങ്ങളുമായി കൈപിടിക്കുന്ന സഹോദരനോ സഹോദരിയോ വിശ്വാസം വിട്ടുപോകാൻ ഇടവരരുത്. പകരം നിങ്ങൾ കൈപിടിക്കുന്ന സഹോദരൻ സഹോദരി
അവൻ വിശ്വാസത്തിൽ വളരുവാൻ കാരണമാണ്. അവൻ സ്റ്റേജിൽ കയറിയാൽ ഭയങ്കര പ്രസംഗമാ, അവൻ സ്റ്റേജിൽ കയറിയാൽ ഭയങ്കര പാട്ടാ, അവൻ കാണിക്കുന്നത് എനിക്കേ അറിയത്തുള്ളൂ. എന്തിനാ ഞാൻ ഈ ആരാധനയ്ക്ക് പോകുന്നത്? നമ്മൾ മുഖാന്തരം ഒരുത്തന്റെയും വിശ്വാസം തകർക്കപ്പെടരുത്. നമ്മൾ മുഖാന്തരം ഒരുത്തന്റെയും ദൈവത്തിനുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടരുത്. ഭാര്യ മുഖാന്തരം ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടു, ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു. ക്യാരക്ടർ ഇമ്പാർട്ടേഷൻ, അതായത് ഹോളിനെസ് ഇമ്പാർട്ടേഷൻ. നമ്മുടെ വിശുദ്ധി മറ്റൊരുവരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകരപ്പെടുവാൻ കഴിയും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയട്ടെ, നമ്മൾക്ക് ദൈവം നൽകുന്ന ബന്ധങ്ങൾ നമ്മളെ വഷളാക്കരുത്. പകരം നമുക്ക് ദൈവം നൽകുന്ന ബന്ധങ്ങൾ അവരെ വിശുദ്ധീകരിക്കുന്നതായി. ഭർത്താവ് മുഖാന്തരം ഭാര്യയും കൂടെ വഴിവിട്ടു പോയെന്നാണോ പറഞ്ഞത്? നമ്മുടെയൊക്കെ മാതാപിതാക്കൾ പറയുന്നതായ ഒരു തെറ്റായ കാര്യമുണ്ട്. അവൻ അവിടെ ആ സ്കൂളിൽ പോയി, അവൻ വഴിതെറ്റിപ്പോയി, കൂട്ടുകെട്ട് അവനെ നശിപ്പിച്ചു. പക്ഷെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഒരു കൂട്ടുകെട്ട് നമ്മളെ നശിപ്പിക്കുകയല്ല വേണ്ടത്, ആ കൂട്ടുകാരെ മുഴുവനും നമ്മൾ നന്നാക്കുന്നവരായി കാണണം. ഒരു കൂട്ടുകെട്ടിനെ നമ്മൾ നന്നാക്കി എടുക്കുന്നവരായിരിക്കണം. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതല്ല നമ്മുടെ അനോയിന്റിങ്. പകരം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അനോയിന്റിങ്. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മൾ പാപത്തിൽ അകപ്പെട്ടില്ല എന്നുള്ളതല്ല നമ്മളുടെ അനോയിന്റിങ്. പകരം പാപത്തിൽ നിന്ന് ഒരു വലിയ കൂട്ടത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മളുടെ അനോയിന്റിങ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീച്ചുളയിൽ പോയി. അവരുടെ ദേഹത്ത് തീയുടെ മണം തട്ടിയില്ല. എന്നാൽ അടുത്ത ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ആ ദേശത്തൊരു അടുത്ത ഡിഗ്രി പുറപ്പെട്ടു, അടുത്ത ഒരു ഉത്തരവ് പുറപ്പെട്ടു. ഇനിയും ഈ നാട്ടിലെ ദൈവം ആരാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന്റെ ദൈവമാണ്. അപ്പം ഇവരെ പ്രിസർവ് ചെയ്യുന്ന ഒരു അനോയിന്റിങ് മാത്രമായിരുന്നില്ല, ആ ദേശത്തെ ചലിപ്പിക്കുന്നതായ ഒരു അനോയിന്റിങ് അവരുടെ മേലുണ്ടായിരുന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, എൻ്റെ കൂട്ടുകാരെല്ലാം തെറ്റ് ചെയ്യും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. അതല്ല, നിന്റെ തെറ്റ് ചെയ്യുന്ന കൂട്ടുകാർ നാളെ അത് ചെയ്യാതിരിക്കുവാൻ നീ ഒരു മുഖാന്തരമായിരിക്കണം. നിന്റെ റൂംമേറ്റ്, നിന്റെ ക്ലാസ്മേറ്റ്, അവർ നാളെ പ്രാർത്ഥിക്കുവാൻ നീ ഒരു മുഖാന്തരമാകണം. നിന്റെ റൂംമേറ്റ്, ക്ലാസ്മേറ്റ് നാളെ ദൈവത്തെ അന്വേഷിക്കുവാൻ, ആരാധിക്കുവാൻ, വചനം വായിക്കുവാൻ നീ ഒരു മുഖാന്തരമായിരിക്കണം. ഭർത്താവ് മുഖാന്തരം ഭാര്യ വിശുദ്ധീകരിക്കപ്പെട്ടു, ഭാര്യ മുഖാന്തരം ഭർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ടു. ഞാൻ അനേകരുടെ വിശുദ്ധീകരണത്തിനൊരു മുഖാന്തരമാകാം. ആമേൻ. ഞാൻ ആവർത്തിക്കട്ടെ, ഞാൻ അനേകരുടെ വിശുദ്ധീകരണത്തിന്, അനേകരുടെ വിശ്വാസത്തിന് ഒരു മുഖാന്തരമായിരിക്കും. ലാസർ എന്നുള്ള മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സ്തോത്രം, ലാസറിന്റെ വീട്ടിലേക്ക് യേശു പോകാന്ന് പറഞ്ഞപ്പോൾ തോമസ് പറയുക, അങ്ങോട്ട് പോയി ഇവന്റെ കൂടെ നമുക്കും അങ്ങ് ചാകാമെന്ന് പറഞ്ഞ പുറപ്പെട്ടത്. പക്ഷെ അടുത്ത അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശു മുഖാന്തരം മാത്രമല്ല, താൻ മരിച്ചവൻ ഉയർപ്പിച്ച ലാസർ മുഖാന്തരവും പലരും, സ്തോത്ര, യേശുവിൽ വിശ്വസിപ്പാൻ കാരണമായി തീർന്നു. നാം അനേകരുടെ വിശ്വാസത്തിന് കാരണമാകണം, നാം അനേകരുടെ വിശുദ്ധീകരണത്തിന് കാരണമാകണം. കർത്താവെ, മരിക്കുന്നതിന് മുമ്പ് കർത്താവെ ഒരു 10 പേരെയെങ്കിലും എനിക്ക് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു 10 പേരെയെങ്കിലും സ്നാനക്കുളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ എൻ്റെ ദൈവം എനിക്കൊന്ന് കൃപ നൽകണേ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഏറ്റവും ലീസ്റ്റാ പറഞ്ഞത്, ഒരു 10 പേരെയെങ്കിലും ആമേൻ എനിക്ക് സ്നാനക്കുളത്തിലേക്കൊന്ന് പിടിച്ചു കൊണ്ടുപോകാൻ ഒരു കൃപ എനിക്ക് തരണേ. ഇന്ന് രാത്രി അധരം തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി ആമേൻ ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചെന്ന്. സ്തോത്രം. ഞങ്ങൾക്കൊക്കെ നിങ്ങൾ ദൈവാലയത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ നാട്ടിൽ വന്നിട്ട് നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത്, ഓടി ദൈവാലയത്തിൽ വരുന്നത്, അത് ഒത്തിരി സന്തോഷമാണ്. അത് ദൈവത്തിന് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദേശത്തിൽ ചിലരെ കർത്താവിങ്കലേക്കും കൂടെ കൊണ്ടുവരുന്നത് കണ്ടാൽ സ്വർഗം എത്രയധികം നിങ്ങൾക്ക് സന്തോഷിക്കും.
ആമേൻ. നിങ്ങളുടെ കോഴ്സ് തീരുന്നതിന് മുമ്പേ, ആമേൻ, നിങ്ങളുടെ ടെന്യൂറിനകത്ത് കർത്താവേ, എനിക്ക് എന്റെ കോഴ്സ് തീരുന്നതിന് മുമ്പേ എനിക്ക് ചിലരെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരണം. ആമേൻ. ഈ അടുത്ത ആഴ്ച കർത്താവേ, സഭായോഗത്തിന് ഒരാളെ കൊണ്ടുവരാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണേ. അടുത്ത സഭായോഗത്തിന് ഒരാളെ കൊണ്ടുവരാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണേ കർത്താവേ. ആമേൻ. ഓരോ സഭായോഗത്തിനും ഒരാളെയെങ്കിലും കൊണ്ടുവരാൻ എന്നെ ഒന്ന് ഉപയോഗിക്കണേ കർത്താവേ. എന്നെ ഒന്ന് ഉപയോഗിക്കണേ, എന്നെ ഒന്ന് ഉപയോഗിക്കണേ. അങ്ങനെ ഒരു മാഗ്നറ്റിസം പവർ എന്നിലും നിങ്ങളിലും വ്യാപരിക്കട്ടെ. ആമേൻ. ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരുന്ന ഒരധികാരം. ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. കർത്താവേ, ഒരു പുള്ളിങ് അനോയിന്റിങ്, വലിയ ക്രൗഡൊന്നും വേണ്ടപ്പ, ഒരാളെങ്കിലും ഒന്ന് പുള്ളി ചെയ്യാൻ ഒരു അധികാരം എന്നെ ഒന്ന് ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് നമ്മളൊരു മുഖാന്തരമായി തീരട്ടെ. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്, വേഗത്തിൽ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 7-ാം അധ്യായം, അതിന്റെ 9-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ആമേൻ. എബ്രായ ലേഖനം 7-ാം അധ്യായം 9-ാം വാക്യം ഭയങ്കര മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണത്. ദശാംശം വാങ്ങുന്ന അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നുവെന്ന് ഒരു വിധത്തിൽ പറയാം. ഏത് വിധത്തിലാ പറയുന്നത്? വായിച്ചട്ടെ അടുത്ത വാക്യം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ. ആമേൻ. ഇത് വേണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാം. ഭയങ്കര മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. അബ്രഹാം ലോത്തിനുള്ളവരെ മുഴുവനും സ്വതോം രാജാവിനെ ശത്രു രാജാവ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അബ്രഹാം പോയി അതിനെ യുദ്ധം ചെയ്ത് അതിനെ മടക്കിക്കൊണ്ടുവന്ന് ഷാവേ വാലിയിൽ വെച്ച്, ഷാവേ താഴ്വരയിൽ വെച്ച് അബ്രഹാമിനെ ആര് എതിരേറ്റു? ശാലേം രാജാവായ മൽക്കീസദേക്ക്. അപ്പൊ അതിന് തൊട്ടു മുമ്പാണ് സ്വതോം രാജാവ് വന്നിട്ട് ചോദിച്ചു, പിന്നെ നിനക്ക് കാശ് തരട്ടെ, ആളിനെ തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്റെ ചെരുപ്പിന്റെ വാറ് പോലും വേണ്ട, നീ എന്നെ സമ്പന്നനാക്കണ്ട എന്നെല്ലാം പറഞ്ഞ് ശാവേ താഴ്വരയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഈ മൽക്കീസദേക്ക്, ശാലേം രാജാവായ മൽക്കീസദേക്ക്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുന്ന മൽക്കീസദേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഈ ഇറങ്ങി വന്നത് കണ്ട ഉടനെ അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? താൻ യുദ്ധത്തിൽ നേടിയതിൽ എല്ലാറ്റിലും എടുത്ത് ദശാംശം കൊടുത്തു. അപ്പൊ മൽക്കീസദേക്ക് ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തു? ആമേൻ. മൽക്കീസദേക്ക് ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തു? അപ്പവും മീനും കൊടുത്തു. അന്ന് ആ കാലഘട്ടത്തിൽ അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? അബ്രഹാമിന് മക്കൾ ജനിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ കാലം അവിടെ കഴിഞ്ഞേ. അതിനുശേഷം അബ്രഹാമിന് ഇസഹാക്ക് ജനിച്ചു, ഇസഹാക്കിന് യാക്കോബ് ജനിച്ചു. യാക്കോബിന് ജനിച്ച 12 മക്കളിൽ ഒരുവനായിരുന്നു ലേവി. ഈ ലേവി പിൽക്കാലത്ത് മിസ്രൈമിലേക്ക് പോയി. ഈ ലേവിയുടെ മക്കളുടെ മക്കളെ ആമേൻ മരുഭൂമിയിൽ വന്നപ്പോൾ പുരോഹിതന്മാരായി തെരഞ്ഞെടുത്തു. ആ ലേവിയർ ദശാംശം വാങ്ങുമ്പോൾ ഇപ്പുറത്ത് നിന്ന് പൗലോസ് പറയുകയാണ്, ഇവനും പണ്ട് ദശാംശം കൊടുത്തു. വാസ്തവത്തിൽ ഈ ലേവി ദശാംശം കൊടുത്തോ? ഇല്ല. പക്ഷെ പറയുകയാണ്, അവന്റെ വല്യപ്പച്ചന്റെ അപ്പച്ചൻ അന്ന് മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തില്ലേ, അതുകൊണ്ട് ഇവനും കൊടുത്തിരിക്കുന്നു. അന്ന് ലേവി ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുടെ റിസൾട്ട് ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ ഡിസെൻഡൻസ്, നിങ്ങളുടെ സീഡിനോട് ദൈവം കാണിക്കും. ഞാനിനി അതിന് തിരിച്ചൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നതിന്റെ പിമ്പിൽ നമ്മള് ജനിക്കുന്നതിന് മുമ്പേ, കുറച്ചും കൂടെ പറഞ്ഞാൽ നമ്മുടെ പേരൻസ് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ, അവരും ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ വല്യപ്പച്ചന്മാർ ആർക്കോ ഏതോ നീതി ചെയ്തത്, ദൈവത്തെ സേവിച്ചത്, അതിപ്പോൾ നമ്മളോട് ദൈവം കണക്കിടുന്നു. നിങ്ങളുടെ പപ്പയുടെ പേരറിയാം, ഗ്രാൻഡ് ഫാദറിന്റെ പേര് നിങ്ങൾക്കറിയാം, ഗ്രാൻഡ് ഫാദറിന്റെ പേര് നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാനില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അപ്പച്ചന്റെ പേരറിയാം. പക്ഷെ അദ്ദേഹം ചെയ്ത നീതിയെ ദൈവം എന്നോടും നിങ്ങളോടും കണക്കിടും. സംതിങ് അൺബിലീവബിൾ അല്ലേ? പക്ഷെ എബ്രായ ലേഖനം 7-ാം അധ്യായം 9-10 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
ഒരിക്കൽ കൂടെ, ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു. ലേവി അവന്റെ കടിപ്രദേശം ഇൻ ഹിസ് ലോയിങ്സ്. അതിന് ഞാൻ ഇങ്ങനെ പറയാം, അബ്രഹാമിന്റെ DNA-ക്കകത്ത് ആരുണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ അനീതി ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. അന്ന് ലേവി ജനിച്ചിട്ടില്ല, അന്ന് ലേവിയുടെ അപ്പനും അമ്മയും കല്യാണം കഴിച്ചിട്ടില്ല, അന്ന് ലേവിയുടെ അപ്പനും അമ്മയും ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ആ അന്ന് ദശാംശം കൊടുത്ത ആ മനുഷ്യന്റെ DNA ആണ് ഇപ്പോൾ ഈ നിൽക്കുന്ന കൊച്ചന്റെ DNA. ഇന്ന് പകൽ തിരിച്ചറിയണം ദൈവവേദനെ, നിന്റെ DNA-യിൽ ഒരു ബ്ലെസ്സിങ് വീണാൽ, നിന്റെ DNA-യിൽ ഒരു അനുഗ്രഹം വീണാൽ, അത് ആ DNA-യിൽ അത് നിലനിൽക്കും. നിന്റെ അതാണ് ഞാൻ ഇങ്ങനെ പറയും, ഹെറിഡിറ്ററി ബ്ലെസ്സിങ് എന്നോ ട്രഡീഷണൽ ബ്ലെസ്സിങ് എന്നോ ഒക്കെ പറയുന്നതിനെക്കാട്ടിൽ ഞാൻ പറയും ജനറ്റിക്കൽ ബ്ലെസ്സിങ് എന്നൊരു വേർഡ് ഞാൻ പറയും. ജനറ്റിക്കൽ ബ്ലെസ്സിങ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ട് വലിയപ്പച്ചന്റെ അപ്പച്ചന്റെ 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 അപ്പച്ചൻ ദശാംശം കൊടുത്തപ്പോ ദൈവം അത് നൂറ്റാണ്ടുകൾക്ക് ലേവിയുടെ പേരിൽ എഴുതിയിട്ടു. ലേവി പറയാണ്, ഞാൻ മൽക്കിസദേക്കിന് ദശാംശം കൊടുത്തോ. എങ്ങനെ? അന്നെന്റെ വലിയപ്പച്ചന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ കൊടുത്തപ്പോൾ ആ അപ്പച്ചന്റെ DNA-ക്കകത്ത് ഞാനുണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ്, Holy Spirit, Holy Spirit, Larthana Mahasa Pravarthani Anjaradara, Digara Baudava Pravarthani. ഇന്നലകളിൽ നിന്റെ പിതാക്കന്മാർ ദൈവത്തെ സ്നേഹിച്ചതിന്റെ, സേവിച്ചതിന്റെ, ആരാധിച്ചതിന്റെ മുഖാന്തരമാണ് ഇന്ന് രാത്രി നീ ഇവിടെ ഇരിക്കുന്നതെന്ന് തിരിച്ചറിയണോ? നീയും ഒരു മുഖാന്തരമാകട്ടെ. Holy Spirit, Laba Pravartonia Pravasha Papa Brohotonia. Amen. ഞാൻ അടുത്ത ഒരു ഭാഗത്തിലേക്ക് കയറി അവസാനിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. 2 കൊരിന്ത്യർ 1:11. അതിന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥനയാൽ തുണയ്ക്കണം. പ്രാർത്ഥനയാൽ തുണയ്ക്കണം. ഒരു മനുഷ്യനെ നമുക്ക് പല വിധത്തിൽ തുണയ്ക്കുവാൻ കഴിയും. ഫിനാൻഷ്യലി ഒരു മനുഷ്യനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. മെന്റലി ഒരു മനുഷ്യനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഫിസിക്കലി ഒരു മനുഷ്യനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഫിനാൻഷ്യലി, ഫിസിക്കലി, മെന്റലി. പ്രധാനമായും മനുഷ്യന് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന 3 മേഖലകളാണ്: ഫിനാൻഷ്യൽ സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട്, ഫിസിക്കൽ സപ്പോർട്ട്. കണ്ണ് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യനെ അപ്പുറം പിടിച്ചു നടത്തുന്നു. സ്റ്റെപ്പ് കാണാൻ കഴിയാത്ത ഒരു മനുഷ്യന് നമ്മളൊന്ന് കൈ പിടിച്ചു കൊടുക്കുന്നു. അതെന്താണെന്ന് അറിയാമോ? ഫിസിക്കൽ സപ്പോർട്ടാണ്. ഒരു മനുഷ്യൻ ഡിപ്രഷനിലായി പോയി, അവൻ്റെ കൂടെ പോയി ഒന്നും മിണ്ടാതെ ഒരു അരമണിക്കൂർ ഇരുന്നാൽ അതുപോലും എന്താണ്? ഒരു മെന്റൽ സപ്പോർട്ടാണ്. ഒരു മനുഷ്യന് സാമ്പത്തികമായി ഒരു സഹായം ചെയ്യുന്നത് അത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. ലോകത്തിനൊരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് ഈ 3 സപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു സപ്പോർട്ടുണ്ട്, 4th പോയിന്റ്. അതേതാണെന്ന് അറിയാമോ? ഒരു മനുഷ്യനെ സ്പിരിച്വലി സപ്പോർട്ട് ചെയ്യാൻ കഴിയും. സ്തോത്രം. ഞാൻ പണ്ടൊരു പാസ്റ്ററിന്റെ അടുക്കൽ പറഞ്ഞൊരു വേർഡുണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ 600 രൂപയാണ് ഒരു ദിവസത്തെ കൂലി. അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞ് 650 രൂപ കൊടുക്കാമെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കിളയ്ക്കാൻ ഒരു മനുഷ്യനെ കിട്ടും. പക്ഷേ എത്ര രൂപ കൊടുത്താലും എൻ്റെ വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി 1 മണിക്കൂറിൽ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഒരുത്തനെ കിട്ടത്തില്ല. കിട്ടുമോ? കിട്ടത്തില്ല. ഒരു പക്ഷേ ദിനകരന്റെ സിസ്റ്റം പോലെയുള്ള ഏതെങ്കിലും സിസ്റ്റത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞാൽ അത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ എത്ര രൂപ കൊടുത്താലും എൻ്റെ ഒരു വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും കിട്ടുമോ? എനിക്ക്? നിങ്ങൾക്ക് കിട്ടുമോ? ഇല്ല. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. എൻ്റെയും നിങ്ങളുടെയും വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച ചിലരുണ്ടല്ലോ. ആമേൻ. ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ എത്ര കോടി കൊടുത്താൽ നമുക്കതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ഒരിക്കലും കഴിയത്തില്ല സഹോദരങ്ങളെ. അതാണ് പ്രാർത്ഥനയാൽ തുണയ്ക്കുക, സ്പിരിച്വൽ സപ്പോർട്ട്. ഒരു മനുഷ്യൻ ഒരുത്തനെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്പിരിറ്റ് തലത്തിലാണ് ആക്ട് ചെയ്യുന്നത്.
ഞാൻ അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. പ്രാർത്ഥനയാൽ തുണയ്ക്കുക. സപ്പോർട്ട് ഇൻ പ്രയർ. There is a supporting system in prayer life. ഞാൻ മുമ്പോട്ട് പോവുകയാണ്, അതിനെ വിശദീകരിക്കുന്നില്ല. അങ്ങനെ അടുത്ത ഭാഗം. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി. അപ്പൊ പൗലോസ് പറയാം, ഞങ്ങൾക്ക് കൃപ ലഭിച്ചതിന് പലരും എന്തായി തീർന്നു? ഒരു മുഖാന്തരമായി തീർന്നു. ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ, ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ ഒത്തിരി മുഖാന്തരങ്ങളുണ്ട്. ആമേൻ. ചിലരുടെ പ്രാർത്ഥന ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ മുഖാന്തരമാണ്. ചിലരുടെ മനസ്സിനകത്ത് ദൈവം വരുത്തിച്ച തോന്നലുകൾ ഞാനിവിടെ നിൽക്കുന്നതിന് മുഖാന്തരമാണ്. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നതിന്റെ പിന്നിൽ നിങ്ങളോട് ദൈവം കാണിച്ച കൃപയ്ക്ക് പല 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 മുഖാന്തരങ്ങളുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ നിൽക്കുന്നത് പലരുടെയും പ്രാർത്ഥന മുഖാന്തരമാണെങ്കിൽ, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുന്നു, പലരും കൃപയിൽ നിൽക്കുവാൻ, പലരും കൃപ പ്രാപിക്കുവാൻ, പലരും കൃപയിൽ വളരുവാൻ നമുക്കൊരു മുഖാന്തരമായി കൂടായോ? പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപ, പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപ. എന്നാ മനോഹരമായ വചനമാണെന്ന് കണ്ടോ? എന്ന് പറഞ്ഞാൽ ചിലർ കൃപ പ്രാപിക്കാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നെന്ന്, ചിലർക്ക് കൃപാവരം ലഭിക്കാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നെന്ന്, ചിലർ ശുശ്രൂഷയിൽ വളരാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നത്, ചിലർ കൃപാവരങ്ങളിലെ ജ്വലിപ്പാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നത്, ചിലർ അവൻ നിയോഗങ്ങളെ ഏറ്റെടുപ്പാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നത്, ചിലർ അഭിഷേകത്തിൽ വളരാൻ ഞാനൊരു മുഖാന്തരമായി തീർന്നത്. ഇന്ന് രാത്രികാലം അവൻ എനിക്കും നിങ്ങൾക്കും ഒരു കടമയുണ്ട്. ഞാനും നിങ്ങൾ മുഖാന്തരം ആരും ശുശ്രൂഷയിൽ തട്ടി വീഴരുത്. ഞാനും നിങ്ങളും മുഖാന്തരം ഒരു മനുഷ്യന്റെ പോലും അവസരം നഷ്ടപ്പെട്ടുവെന്ന് പറവാനിട വരരുത്. അതിലുപരിയായി ഞാൻ ചിലരുടെ കൃപാവരങ്ങൾക്കും ശുശ്രൂഷയ്ക്ക് ഞാനൊരു മുഖാന്തരമായി തീർന്നു. എന്റെ സഹോദരങ്ങളെ, നമുക്കൊരു മുഖാന്തരമായി തീരണം. മുഖാന്തരമായി തീരുവാൻ ഒരു സ്റ്റാറ്റസിലേക്ക് നമ്മൾ കയറിയാൽ നമുക്കൊരു മുഖാന്തരമായി തീരുവാൻ കഴിയുക. ആ ഒരു വിഷയത്തെ പറഞ്ഞ് വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യുക. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. എന്റെ സഹോദരങ്ങളെ, മുമ്പേ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാനൊരു ഭാഗം വായിച്ചു. മോശ ചിന്തിച്ചു, ഞാൻ മുഖാന്തരം എന്റെ സഹോദരന്മാർ രക്ഷപ്പെടും. അപ്പോൾ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ മോശ അവരെ രക്ഷിക്കാൻ നോക്കി. രക്ഷിക്കാൻ പറ്റിയോ? പറ്റിയില്ല. സഹോദരൻ എന്നുള്ള നിലയിൽ അവരിൽ ഒരുത്തനെ അടിക്കുന്നത് കണ്ടു. അവൻ ചെന്ന് അടിച്ചു കൊന്നു. ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവരെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, സഹോദരൻ എന്നുള്ള നിലയിൽ അവനൊരു മുഖാന്തരമാകാൻ കഴിഞ്ഞില്ല. സഹോദരൻ എന്നുള്ള നിലയിൽ അവന്റെ കുടുംബത്തെ അവന് രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. സഹോദരൻ എന്നുള്ള നിലയിൽ അവന്റെ രാഷ്ട്രത്തിന് വേണ്ടി അവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അവനൊരു പ്രവാചകനായി മാറിയപ്പോൾ, അവന്റെ മേലൊരു അഭിഷേകം വീണപ്പോൾ അവനൊരു മുഖാന്തരമായി മാറി. ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞാട്ട് നിന്റെ അഭിഷേകമാണ് നിന്നെ ഒരു മുഖാന്തരമാക്കുന്നത്. ഒരു പ്രവാചക അഭിഷേക, ഒരു കൃപയുടെ അഭിഷേക. കണ്ണുകളെ അടച്ചാട്ട് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തോടൊന്ന് അടുത്ത് ചെന്നാട്ട്, എന്നെ ഒരു മുഖാന്തരമാക്കണമേ. ഇന്ന് രാത്രി ഒരു അനോയിന്റിംഗ് നിന്റെ മേൽ റിലീസ് ആകട്ടെ. ഒരു പ്രൊഫറ്റിക്കൽ റെലം നിന്റെ മേൽ ഓപ്പൺ ആകട്ടെ. ഒരു ദൈവശക്തി നിന്റെ മേലൊന്ന് തൊടട്ടെ. അപ്പോൾ നീ ഒരു മുഖാന്തരമായി തീരുന്നത് കാണുവാൻ കഴിയുക. നിന്റെ കുടുംബത്തിന് നീ ഒരു മുഖാന്തരമാകുക. ഇന്ന് മകൾ എത്ര പേർ വിശ്വസിക്കുന്നു, എന്റെ കുടുംബത്തിന് ഞാനൊരു മുഖാന്തരമാകുക? ചിലരുടെ സൗഖ്യത്തിന് ഞാനൊരു മുഖാന്തരമാകുക. ചിലരുടെ കൃപയ്ക്ക് ഞാനൊരു മുഖാന്തരമാകുക. ചിലരുടെ വിശുദ്ധീകരണത്തിന് ഞാനൊരു മുഖാന്തരമാകാം. ഇന്ന് മുതൽ എന്റെ ദൈവം എന്നെ ഒരു പ്രവാചക അധികാരത്തോടുകൂടെ ഇതിനകത്തുനിന്ന് നടത്തി അയക്കാം. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിന് വേണ്ടി അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ശക്തി കൊണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടോ, വചനവും പ്രവർത്തിയും കൊണ്ടോ ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. ഞാൻ മുഖാന്തരം ദൈവം എന്റെ കുടുംബത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മുഖാന്തരം ദൈവം എന്റെ സഹോദരങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മുഖാന്തരം ഈ രാജ്യത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാം. ഞാൻ മുഖാന്തരം ബഥേലിൽ ദൈവം ചില
ചെയ്യാം. ഞാൻ മുഖാന്തരം ബഥേൽ ചർച്ച് ഫാമിലിക്കകത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് രാത്രികാലം ഓൺലൈനിലുള്ള ദൈവമക്കളാകട്ടെ, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളാകട്ടെ, ഞാനൊരു മുഖാന്തരമാകാം. ദൈവരാജ്യത്തിന് ഞാനൊരു റീസൺ ആകാം. ദൈവസഭയ്ക്ക് ഞാനൊരു മുഖാന്തരമാകാം. ഇന്ന് പലൊരു അഭിഷേകത്തിനെ തൊടുന്ന മിനിറ്റുകളാണ്. ഒരു കൃപയുടെ ഇറങ്ങുന്ന മിനിറ്റുകളാണ്. ഒരു കൃപാവര ഇറങ്ങുന്ന കുടുംബത്തിൽ കയറിക്കൂടിയ ചില പിശാചുക്കൾ നീ മുഖാന്തരം തകർക്കപ്പെടാൻ, നിന്റെ തലമുറയിൽ കയറിക്കൂടിയ ചില ശാപങ്ങൾ നീ മുഖാന്തരം അഴിക്കപ്പെടാം. യേശുവിന്റെ രക്തത്തിൽ ഇന്ന് പകൽ പരിശുദ്ധമായ തൊടുകയാണ്. നിന്റെ കുടുംബത്തിൽ ആര് മുഖാന്തരം കയറിക്കൂടിയ പോരാട്ടമാണെങ്കിൽ നീ മുഖാന്തരം അതിനകത്ത് വിടുതലുകളില്ല. നീ മുഖാന്തരം ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ ജീവിതത്തേക്ക് വിടുന്നത്, നീ ജീവിതത്തിൽ അയക്കപ്പെടുന്നത് പരിശുദ്ധത്തിന് തൊടും. Revelia prossima Hakkaradia, Adela Mahadagada Prabhakaria, Legacia Prabhara Mahateria, Las Maria.